ഗൈസ്, എല്ലാവർക്കും എ ടു സെഡിലേക്ക് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കിന്നൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ. ആദ്യം നമുക്ക് ഒരു ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഇടാം. എണ്ണ ചൂട് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇടാം. ഓക്കെ, ഇടുകയാണ്. അപ്പോൾ ഗൈസ്, അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് സവാള കൊത്തി അരിഞ്ഞതും ഇഞ്ചിയും പിന്നെ തക്കാളിയും കൂടി ഇടാം. നമുക്ക് കുറച്ച് ഇഞ്ചിയും കൂടി ഇടാം. ഓക്കെ, ഇത് നല്ലപോലെ വേവുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത്. അപ്പോൾ ഗായ്സ്, അടുത്തതെന്ന് പറയുമ്പോൾ ഇത് മൂത്ത് വരുമ്പോൾ കുറച്ച് കരിയാപ്പിലയും കൂടി ഇടാം. ഇത് മൂക്കുന്നുണ്ട്, നന്നായിട്ട് മൂക്കുന്നുണ്ട്. ഇനി നമുക്കിനി കുറച്ച് ഏറെ ഇട്ട് ഇളക്കാം. അപ്പോൾ ഗായ്സ്, അടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് സവാളയും കൊത്തി അരിഞ്ഞ മുളകും കൂടി ഇടാം. അതും ഇനി മൊരിഞ്ഞ് വീഴുമ്പോഴത്തേക്കും നമുക്ക് മസാല ഇടാം. അപ്പോൾ ഗായ്സ്, ഇത് വാടി കഴിയുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് സവാള നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഗായ്സ്, ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ഇടുമ്പോൾ ഇത് കുറച്ച് വഴണ്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഗായ്സ്, പെട്ടെന്ന് വരളാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിടുന്നത്. ഗായ്സ്, നമുക്കപ്പം കുറച്ച് നേരം ഇട്ട് ഇളക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. അത് കഴിഞ്ഞ് ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മസാല ഇടാം. ഗായ്സ്, നമുക്ക് വരണ്ട് കഴിയുമ്പോഴാണ് ഇത് മഞ്ഞൾപ്പൊടി ഇടുന്നത്. പെട്ടെന്ന് ഇട്ടാൽ അത് മൂക്കത്തില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇടാത്തത്. ഒരു മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിന്ന് ഇളക്കാം. ഗായ്സ്, നമുക്കിത് നല്ലതുപോലെ വെന്തുടഞ്ഞാലേ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകും, മുട്ടക്കറിക്ക്. എന്നാലേ നമുക്ക് കറി കൂട്ടാനും പറ്റത്തുള്ളൂ. ഗായ്സ്, നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, പിന്നെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അത് ഗായ്സ്, ഇത് മൊരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൂടെ നമ്മൾ മുട്ടയും കൂടെ വേവിക്കുന്നുണ്ട്. ഗായ്സ്, ഉപ്പിട്ടാണ് നമ്മൾ മുട്ട പുഴുങ്ങുന്നത്. അല്ലെങ്കിൽ അത് അത് നല്ലതാകത്തില്ല. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി. അപ്പം ഗായ്സ്, നമ്മൾ മുളക് പൊടി ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് മല്ലിപ്പൊടി ഇടാം. അത് കഴിയുമ്പോൾ അത് മൂക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ഏറെ ഇട്ട് ഇളക്കാം. അപ്പോൾ ഗായ്സ്, കുറച്ച് നമുക്ക് ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയും കൂടി ഇടാം. കുറച്ച് നേരം നമുക്ക് ഇട്ട് ചൂടിലിട്ട് നമുക്ക് കുറച്ച് നേരം ഇളക്കാം. ഗായ്സ്, അപ്പോൾ പൊടികളുടെ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്ക് ഇട്ട് ഇത് മൂപ്പിക്കാം. അപ്പോൾ ഗായ്സ്, നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി അത് കിടന്ന് ഒന്ന് വേവട്ടെ. എന്നിട്ട് നമുക്കത് മുട്ടക്കറിയിലേക്ക് വെക്കാം. അപ്പോൾ ഗായ്സ്, അടുത്തതായിട്ട് നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം കൂടി ഒഴിച്ചു. ഇനി അത് നന്നായിട്ട് ഇനി ഇളക്കണം. ഗായ്സ്, അപ്പം കറി കുറുകുന്നത് വരെ നമുക്ക് ഇത് തിളപ്പിക്കാം. അപ്പോൾ ഗായ്സ്, അടുത്തതായിട്ട് നമുക്ക് മുട്ട പീസാക്കാം. ഗായ്സ്, അപ്പോൾ കറി കുറുകി വന്നിട്ടുണ്ട്. ആ കറിയിലോട്ട് നമുക്ക് മുട്ട ഓരോന്നായിട്ട് ഇടാം. ഗായ്സ്, അപ്പോൾ കറി കുറുകി വന്നിട്ടുണ്ട്. നമുക്കതിനകത്ത് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ടത് ഇടാം. ഗായ്സ്, അപ്പോൾ ഇത് കറി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നൊരു കാര്യം, കറി കുറുകി വന്നതിന് ശേഷം ഒരുപാട് ഇട്ട് ഇളക്കല്ല്. അത് ടേസ്റ്റ് ചെയ്യാൻ അപ്പം കറി കൊള്ളത്തില്ല. അപ്പോൾ ഗായ്സ്, ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ഗായ്സ് അപ്പോൾ 1 മിനിറ്റ് ഗായ്സ് അപ്പോൾ ഫൈനലി എഗ് കറി റെഡിയായി. അപ്പം എല്ലാവരും ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ആൻഡ് സബ്. ഓക്കെ, ടാറ്റ, ബൈ ബൈ ഗായ്സ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. ഓക്കെ, ബൈ, സീ യു ലേറ്റർ.